ക്രിക്കറ്റ് ലോകം എക്കാലവും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും മികച്ചത് ആര് എന്നത്. കളിക്കാർ, നിരൂപകർ, ആരാധകർ എന്നിങ്ങനെ എല്ലാവർക്കും തങ്ങളുടേതായ ഇഷ്ടതാരങ്ങളുണ്ട്. ഇപ്പോഴത്തെ ക്രിക്കറ്റ് ലോകത്തെ മിസ്റ്റർ 360 എന്ന് വിളിപ്പേരുള്ള ദക്ഷിണാഫ്രിക്കയുടെ ഇതിഹാസ താരം എബി ഡിവില്ലിയേഴ്സ് തന്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സ്റ്റാർ സ്പോർട്സിലൂടെ അദ്ദേഹം തിരഞ്ഞെടുത്ത 3 മികച്ച ബാറ്റർമാർ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി, ദക്ഷിണാഫ്രിക്കയുടെ ഓൾറൗണ്ടർ ജാക്ക് കാലിസ്, ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിംഗ് എന്നിവരാണ്. ഈ 3 താരങ്ങളും ക്രിക്കറ്റ് ചരിത്രത്തിൽ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ഒരു കളിക്കാരൻ മറ്റൊരു കളിക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ വ്യക്തിപരമായ അടുപ്പം, ഒരുമിച്ചുള്ള കളിക്കളത്തിലെ അനുഭവങ്ങൾ, കളിയിലെ മികവ്, ടീമിന് നൽകിയ സംഭാവനകൾ എന്നിവയെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഡിവില്ലിയേഴ്സിന്റെ ഈ തിരഞ്ഞെടുപ്പ് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഓരോ താരങ്ങളെയും വിശദമായി പരിശോധിക്കുമ്പോൾ എബിഡിക്ക് അവരെ തിരഞ്ഞെടുക്കാൻ ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നെന്ന് വ്യക്തമാകും. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ സുവർണ കാലഘട്ടത്തിന് ചുക്കാൻ പിടിച്ച നായകനും മികച്ച ബാറ്ററുമാണ് റിക്കി പോണ്ടിംഗ്. 1995 അന്താരാഷ്ട്ര ക്രിക്കറ്റിന് അരങ്ങേറ്റം കുറിച്ച പോണ്ടിംഗ് തന്റെ കരിയറിൽ ഉടനീളം സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 168 മത്സരങ്ങളിൽ നിന്നും 13,378 റൺസ് നേടിയിട്ടുള്ള അദ്ദേഹം 41 സെഞ്ചുറികളും 62 അർദ്ധ സെഞ്ചുറികളും തന്റെ പേരിലാക്കിയിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകമായ സമീപനവും പ്രതിരോധിക്കാനുള്ള കഴിവും ശ്രദ്ധേയമായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ പോണ്ടിങ്ങിന്റെ പ്രകടനങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. 375 ഏകദിനങ്ങളിൽ നിന്നും 13,704 റൺസ് നേടിയ അദ്ദേഹം 30 സെഞ്ചുറികളും 82 അർദ്ധ സെഞ്ചുറികളും നേടി. 3 ഏകദിന ലോകകപ്പ് വിജയങ്ങളിൽ ഓസ്ട്രേലിയയെ നയിച്ച പോണ്ടിംഗ് 2 തവണ ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ റൺസ് കണ്ടെത്താനും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളും കളിക്കാരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് വലിയ മുതൽക്കൂട്ടായിരുന്നു. എബി ഡിവില്ലിയേഴ്സ് പോണ്ടിങ്ങിനെ തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഈ ഓൾറൗണ്ട് മികവായിരിക്കാം. ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് ദക്ഷിണാഫ്രിക്കയുടെ ജാക്ക് കാലിസ്. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ മികവ് പുലർത്തിയ കാലിസ് ലോകമെമ്പാടുമുള്ള കളിക്കാർക്ക് മാതൃകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 166 മത്സരങ്ങളിൽ നിന്നും 13,289 റൺസ് നേടിയിട്ടുള്ള അദ്ദേഹം 45 സെഞ്ചുറികളും 58 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി. ഒരു ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാങ്കേതിക തികവും പ്രതിരോധ മികവും പ്രശംസനീയമായിരുന്നു. ദീർഘനേരം ക്രീസിൽ നിന്നും റൺസ് നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ദക്ഷിണാഫ്രിക്കൻ ടീമിന് വലിയ ശക്തി നൽകി. ബൗളിംഗിൽ 292 ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ കാലിസ് ഒരു മികച്ച പേസ് ബൗളർ കൂടിയായിരുന്നു. ഏകദിനത്തിൽ 328 മത്സരങ്ങളിൽ നിന്നും 11,579 റൺസും 273 വിക്കറ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഒരു ഏകദിന ഓൾറൗണ്ടർ എന്ന നിലയിലും കാലിസ് തികഞ്ഞ വിജയം കണ്ടു. ടീമിന് എപ്പോൾ വേണമെങ്കിലും റൺസ് നേടാനും വിക്കറ്റുകൾ വീഴ്ത്താനും അദ്ദേഹത്തിന് സാധിച്ചു. കളിക്കളത്തിൽ ശാന്തനായി കാണപ്പെട്ടിരുന്ന കാലിസ് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പോലും മികവ് പുലർത്തി. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ സ്ഥിരതയും ടീമിന് നൽകിയ സമഗ്ര സംഭാവനകളും എബിഡിക്ക് കാലിസിനെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഡിവില്ലിയേഴ്സും കാലിസും ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് കൊണ്ട് കാലിസിന്റെ മികവ് ഡിവില്ലിയേഴ്സിന് നേരിട്ടറിയാം. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺ വേട്ടക്കാരൻ എന്ന് നിസ്സംശയം പറയാവുന്ന താരമാണ് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി. എബി ഡിവില്ലിയേഴ്സിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ കോഹ്ലി ഡിവില്ലിയേഴ്സിന്റെ തിരഞ്ഞെടുപ്പിൽ ഇടം നേടിയതിൽ അത്ഭുതമില്ല. 2011 ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച കോഹ്ലി 123 മത്സരങ്ങളിൽ നിന്നും 46.85 ശരാശരിയിൽ 9,230 റൺസ് നേടിയിട്ടുണ്ട്. ഇതിൽ 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നുണ്ട്. ടെസ്റ്റ് ഫോർമാറ്റിൽ അദ്ദേഹം സ്ഥാപിച്ച റെക്കോർഡുകൾ ഒരു ഇതിഹാസ കരിയറിന് അടിവരയിടുന്നുണ്ട്. 2024 T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ T20 ഫോർമാറ്റിൽ നിന്നും വിരമിച്ച കോഹ്ലി ഇനി ഏകദിനത്തിൽ മാത്രമാകും ഇന്ത്യക്കായി കളിക്കുക. ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ അതിശയകരമാണ്. 302 മത്സരങ്ങളിൽ നിന്നും 14,181 റൺസ് നേടിയ കോഹ്ലി 51 സെഞ്ചുറികളും 74 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏകദിന സെഞ്ചുറി റെക്കോർഡ് മറികടന്ന കോഹ്ലി റൺവേട്ടയിൽ മുന്നേറുകയാണ്. പിന്തുടരുന്ന മത്സരങ്ങളിൽ റൺസ് നേടാനുള്ള കോഹ്ലിയുടെ കഴിവ് അദ്ദേഹത്തെ ചേസ് മാസ്റ്റർ എന്ന വിളിപ്പേരിന് അർഹനാക്കുന്നു. കളിയിലെ തീവ്രതയും കഠിനാധ്വാനവും റെക്കോർഡുകൾ തകർക്കാനുള്ള വാസനയും കോഹ്ലിയെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാക്കുന്നുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൽ സഹതാരങ്ങളായിരുന്നതുകൊണ്ട് ഡിവില്ലിയേഴ്സിന് കോഹ്ലിയുടെ പ്രതിഭയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. തന്റെ പ്രിയപ്പെട്ട താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനിടയിലും എബി ഡിവില്ലിയേഴ്സ് കളിക്കളത്തിൽ തന്റെ മാന്ത്രിക സ്പർശം തുടരുകയാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ്
ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇംഗ്ലണ്ട് ചാമ്പ്യൻസിനെതിരെ നടന്ന മത്സരത്തിൽ 51 പന്തിൽ പുറത്താകാതെ 116 റൺസ് നേടിയ ഡിവിലിയേഴ്സ് ആരാധകരെ വീണ്ടും ത്രസിപ്പിച്ചു. വെറും 41 പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ അദ്ദേഹം വേൾഡ് ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമായി മാറി. 50 പന്തിൽ സെഞ്ചുറി നേടിയ മുൻ ദക്ഷിണാഫ്രിക്കൻ താരം സാരൽ എർവിയുടെ റെക്കോർഡ് മറികടന്നാണ് ABD ഈ നേട്ടം കൈവരിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ കളി മികവിനും ആധുനിക ക്രിക്കറ്റിലെ പ്രസക്തിയും അടിവരയിടുന്നുണ്ട്. AB ഡിവിലിയേഴ്സിന്റെ ഈ തിരഞ്ഞെടുപ്പ് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും തങ്ങളുടേതായ മികച്ച കളിക്കാരെ കുറിച്ച് ആലോചിക്കാനുള്ള അവസരം നൽകുന്നു. റിക്കി പോണ്ടിംഗ്, ജാക്ക് കാലിസ്, വിരാട് കോഹ്ലി എന്നിവർ ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്ങളുടേതായ സ്ഥാനമുറപ്പിച്ചവരാണ്. ഓരോരുത്തരുടെയും കളിയിലെ ശൈലിയും നേട്ടങ്ങളും വ്യത്യസ്തമാണെങ്കിലും അവരെല്ലാം ക്രിക്കറ്റിന്റെ മനോഹാരിതയും നിലവാരവും ഉയർത്തിയ താരങ്ങളാണ്. ഈ തിരഞ്ഞെടുപ്പ് ഡിവിലിയേഴ്സിന്റെ കളി മികവിനോടൊപ്പം ക്രിക്കറ്റിനോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ആദരവും വെളിപ്പെടുത്തുന്നുണ്ട്.